ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിനായി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പാവയ്ക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ഒരു സവോളയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പാവയ്ക്കൊക്കെ ചെറുതായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മളിവിടെ പിഴിഞ്ഞെടുത്തേക്കുന്നത്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം പുളി പിഴിഞ്ഞെടുക്കാൻ. എന്നിട്ട് പാവയ്ക്കയിലേക്ക് നമുക്ക് ഈ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിട്ട് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ പാവയ്ക്കയിലേക്കൊക്കെ നല്ലപോലെ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് അരമുറി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. മസാലയുടെയൊക്കെ പച്ച സ്മെല്ല് നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് പാവയ്ക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കയ്പ്പ് കുറേ കൂടുതലുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.